ഹലോ ഗൈസ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് പക്രുവിനെ 3 പട്ടികൾ വന്ന് കടിച്ച് പറിച്ച് ഗൈസ്. ഞാനിവിടെ ഇല്ലായിരുന്നു, രാവിലെ ജിമ്മിൽ പോയതായിരുന്നു. വരുമ്പോൾ സംഭവം പറഞ്ഞിട്ട് ഇതാണ് കടിച്ച പാട്. ഡീപ്പായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര വേദനയാണ് ഗൈസ്. പക്രു എന്ത് ചെയ്താൽ തുടിപ്പിക്കത്തില്ല പക്രു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. കടിച്ച് പറിച്ച അച്ചാച്ചനാണ് അതിനെ രക്ഷപ്പെടുത്തിയത്. അച്ചാച്ചൻ എന്നപ്പോൾ 3 പട്ടി ഓടിപ്പോയി, നാടൻ പട്ടി. പിന്നെ പക്രു കിയോ കിയോ എന്നലച്ചു. പിങ്കി ആ സൗണ്ട് കേട്ട് അകത്തോട്ട് ഓടി, പേടിച്ചു പോയി പിങ്കി. ഇത് പിന്നെ പെറ്റ് ഡോഗ് ആയിക്കൊണ്ടൊന്നും തിരിച്ച് റെസ്പോണ്ട് ചെയ്യത്തില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. പക്രുമം പേടിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് അപ്പോൾ ഒതുക്കി അങ്ങ്. 2 പട്ടികൾ ആ കഴുത്തിൻ്റെ ആ സൈഡ് 2 ഭാഗത്ത് കടിച്ചു. അത് പക്ഷേ കടി വീണില്ല, രോമം അത്രേ ഉള്ളത് കൊണ്ട്. പക്ഷേ മൂന്നാമത്തെ പട്ടി എന്ന് പറഞ്ഞാൽ ആ നടുക്ക പുറത്ത് കയറി കടിച്ചങ്ങ് പുറത്ത് കയറി അങ്ങ് ഇരുന്നു. വെയിറ്റ് കാരണം ഇവനങ്ങ് ഒതുങ്ങിപ്പോയി. പേടിച്ചിട്ട് അലയ്ക്കുമായിരുന്നു അങ്ങ് കിടന്ന്. അമ്മ കരച്ചിലോട് കരച്ചിലായിരുന്നു. അയ്യോ, പക്രുമാൻ അത് ഓക്കെ ആയില്ല, കംപ്ലീറ്റ് ഓക്കെ ആയിട്ട് വന്നിട്ടില്ല. മൈൻഡ് മൊത്തം ഒരു ഡൗൺ ആയിപ്പോയി. എന്ത് ചെയ്താൽ തൊടിപ്പിക്കത്തില്ല. ഇപ്പം മൊത്തം കിടക്കുവാണ്. ഇപ്പോൾ എണ്ണീറ്റൊന്നും നടക്കത്തില്ല. ഇപ്പോൾ അതുപോലെ കടി കിട്ടിയിട്ടുണ്ട്. ഇതാണ് പെറ്റ് ഡോഗിനെ വളർത്തിക്കഴിഞ്ഞാലുള്ള പ്രശ്നം. ഇച്ചിരി ഒന്ന് കെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പണി കിട്ടും. ഇതാദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സംഭവം നടക്കുന്നത്. വേറെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്രുമോനൊക്കെ വെളിയിലോട്ടൊക്കെ പോകുന്നതായിരുന്നു സാധാരണ രീതിയിൽ. പിങ്കി സത്യം പറഞ്ഞാൽ വീട്ടിൽ വിട്ട് വലിയ ഈ ഏരിയ വിട്ട് പോകത്തില്ല. പക്ഷേ പക്രു ഈ ഏരിയ വിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ വേറെ പട്ടിയുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു, നാടൻ പട്ടി. അത് പക്ഷേ ഒന്നും ചെയ്യത്തില്ലായിരുന്നു, ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഇത് വേറെ പുതിയ ഗ്രൂപ്പാണ്. 3 എണ്ണം ഉണ്ടായിരുന്നു. ആ 3 പട്ടി ഇവനെ ഒതുക്കി അങ്ങ് വന്ന് കടിച്ച് പറിച്ച്. ഇത് ആദ്യമായിട്ട് ഇത്രയും പട്ടി കയറി കടിച്ചത്. പക്രുമോൻ പേടിച്ചു പോയി. സാധാരണ ബാക്കിയുള്ള നാടൻ പട്ടികളൊക്കെ ഇണങ്ങുമായിരുന്നു. ഇതെന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. എന്തുകൊണ്ടും പക്രുമോനെ വാങ്ങിച്ച സ്ഥലത്തെന്ന് പറഞ്ഞാൽ അവിടെ ജർമ്മൻ ഷെപ്പേർഡും റോഡ് വീലറും ഗോൾഡൻ റിട്രീവറും അങ്ങനെയുള്ള സാധനം എല്ലാം മിക്സായിട്ടാണ് അവിടെ വളർന്നത്. അപ്പോൾ ഇവൻ അങ്ങനെ കമ്പനി അടിച്ച് എല്ലാവരുമായിട്ട് ഫ്രണ്ട്സായിട്ടിരിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിങ്കിയേ ഉള്ള ആ പാടെ. പിങ്കിയോട് ഇങ്ങനെ ഒത്തിരി കുഞ്ഞ് കളിക്കാൻ ചെന്നാൽ പിങ്കി കടിക്കുന്നതായിക്കൊണ്ട് കൂട്ടുകൂടാൻ ചില സമയത്ത് വെളിയിലത്തെ പട്ടിയെ കാണുമ്പോൾ അതിൻ്റെ പുറകെ പോവും. അങ്ങനെ പോയപ്പോൾ ചില പട്ടികളൊന്നും കുഴപ്പമില്ലായിരുന്നു, നാടൻ പട്ടി. ചില പട്ടികളെന്ന് പറഞ്ഞാൽ ഇതുപോലെ റെസ്പോണ്ട് ചെയ്തു. ഇതിപ്പോൾ 2-3 വട്ടം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എസ്കേപ്പ് ചെയ്ത് രക്ഷപ്പെടുമായിരുന്നു, ഓടി. ഇതിപ്പോൾ ഓടാൻ പറ്റിയില്ല. ഒരെണ്ണം കടിച്ച് പിടിച്ചു. ആ സമയം കൊണ്ട് 2 സൈഡിൽ നിന്ന് വന്ന് കഴുത്തിന് കയറി കടിച്ചു. പക്ഷെ കഴുത്തിന് കടിച്ച കടി ഏറ്റിട്ടില്ല, അത് രോമമുള്ളതും കൊണ്ട്. ആ 3ാമത്തെ ഒരു പട്ടിയുണ്ട്, അത് പുറത്ത് വന്നാണ് കടിച്ച്. അത് ഡീപ്പായിട്ട് ഇറക്കി. പിന്നെ ഇത് ഡോക്ടറിനോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഇത് അന്നേരം തന്നെ കഴുകാൻ പറഞ്ഞു. ഞാൻ അവിടെ ഡെറ്റോൾ ഒഴിച്ച് കുളിപ്പിച്ചു. അവിടെ എല്ലാം കഴുകിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര നീറ്റലായിരുന്നു. അയ്യോ, കാണാൻ വയ്യായിരുന്നു. കിയോ എന്നായിരുന്നു അലച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പട്ടിയെ പെറ്റ് ഡോഗിനെ വളർത്തുമ്പോൾ മിക്കവാറും ഒരു വലിയ പട്ടി പ്രൊട്ടക്ഷനായിട്ട് വേണം, അല്ലേ പണി കിട്ടും. അല്ലേ പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ എപ്പോഴും കെയർ ചെയ്യാൻ നടക്കണം. ഇതിപ്പോൾ തുറന്നു വിട്ടപ്പോൾ അങ്ങോട്ട് ഇച്ചിരി സമയം കൊണ്ട് നടന്നതാണ്. അമ്മയൊന്ന് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കാതെ മാറിപ്പോയപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡ് വെച്ച് തന്നെ കടിച്ചതാണ് ഗൈസ്. അയ്യോ, കഷ്ടമുണ്ട്, കാണാൻ വയ്യ എനിക്ക്. ഇതിനു മുമ്പ് പിന്നെ ഒരാൾ കല്ല് വലിച്ചെറിഞ്ഞായിരുന്നു പക്രുമോനെ. പക്ഷേ ആ കല്ല് വലിച്ചെറിഞ്ഞ എന്തിനാന്ന് വെച്ചാൽ പക്രുമോൻ്റെ ആ റോഡിൽ ചെന്നിട്ട് ഇങ്ങനെ മൂത്രം ഒഴിച്ചതിന്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഒരു ഏകദേശം ഫ്രണ്ടല്ല, അതിൻ്റെ ഒരു സൈഡ് ഭാഗമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കല്ല് വലിച്ചെറിഞ്ഞു. അങ്ങനെ പക്രുമോൻ്റെ ദേഹത്ത് എറിഞ്ഞപ്പോൾ പക്രുമോന് വാശിയായി. പിന്നെ ഇന്നും അവിടെ തന്നെ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ചിലവരൊക്കെ പെറ്റ് ഡോഗ് ആണെന്ന് അറിയുമ്പോൾ ഒന്നുകൂടെ കല്ല് വലിച്ചെറിയും. ഇതിപ്പോൾ ഒന്നും ചെയ്യത്തില്ല എന്നറിയുമ്പോൾ അവരൊന്നുകൂടെ കല്ലൊക്കെ വലിച്ചെറിയുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ അവരുടെ മുമ്പ് ഇത് വലിയ രീതിയിൽ മുറിവ് പറ്റാതെ സർവൈവ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ചെറിയ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് ദേഹത്ത് കല്ലുകൊണ്ട് അതിൻ്റെയൊക്കെ. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഡീപ്പായിട്ടൊരു പട്ടി വന്ന് കയറി കടിച്ച് പറിച്ച്. എന്തുകൊണ്ടും വേറെ നാടൻ പട്ടിയാണ്, അതാണ് വളർത്തുന്ന പട്ടിയൊന്നും പറയും. എന്തുകൊണ്ടും രക്ഷപ്പെട്ടു. ഭാഗ്യത്തിന് കാലയിലും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 കിട്ടിയിട്ടുണ്ട്. കഴുത്തിൻ്റെ ഭാഗ്യമായിട്ട്, അത് ഭാഗ്യമുള്ളത് കൊണ്ട് കിട്ടിയില്ല. കഴുത്തിൻ്റെ അവിടെ അല്ലായിരുന്ന പണി കിട്ടിയാൽ. അവിടെ രോമം ഉള്ളത് കൊണ്ടാണ് സേഫ്റ്റി. രോമം കുറവുള്ളിടത്താണ് കൂടുതലും ഡീപ്പായിട്ട് ഇറങ്ങിയേക്കുന്നത് മൊത്തം പല്ല്. ഞാൻ ആദ്യം കല കേൾക്കണം, കരഞ്ഞു പോകും നമ്മളങ്ങ്.
അതും അമ്മ കണ്ട് അത് കരഞ്ഞെന്ന്. അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങ് ഷോക്കായിപ്പോയി. അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. വല്ലാത്ത പിങ്കി ആണെങ്കിൽ സാധാ പിങ്കിയും പേടിച്ചു പോയി. അങ്ങ് പിങ്കിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. പിങ്കി അകത്തോട്ട് ഓടിപ്പോയി. പിങ്കിക്ക് പിന്നെ അല്ലെങ്കിലും അറിയത്തില്ല, ഈ വേറെ വലിയ പട്ടിയായിട്ട് അത്രയും മിണ്ടത്തൊന്നുമില്ല. പിങ്കി ഞങ്ങളുടെ വീടിൻ്റെ ഏരിയ വിട്ടൊന്നും അങ്ങനെ പോകത്തുമില്ല. പിങ്കി അങ്ങോട്ട് സേഫാണ്. ഇത് കാലെ കടിച്ചാണ്. ഇത് വേറെയും പാടാണ്. കാലെ കടിച്ച് പിടിച്ചേക്കുമായിരുന്നു. 3 എണ്ണമായിരുന്നു. ഒരെണ്ണം ഒതുക്കി പിടിച്ചു, പുറത്ത് കയറി. 2 എണ്ണം കഴുത്തിന് കയറി സൈഡിൽ നിന്ന് പിടിച്ചു. അതുകൊണ്ട് ഒന്നും ഓടാൻ പറ്റിയില്ല. 3 എണ്ണം ആയിക്കൊണ്ട് അതാണ് പെട്ടുപോയി. ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് ഗൈസ്. വീഡിയോ ചെയ്യണമെന്നേ ഇല്ല, പക്ഷേ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. പെറ്റോവിനെ വളർത്തുമ്പോൾ ഇനിയും ശ്രദ്ധിക്കണം. ശ്രദ്ധ പാളിപ്പോയ പണിപാളും. ഇതാണ് വ്യൂ ആണ്. അതിൻ്റെ വേറെ സ്ഥലത്തൊക്കെ കടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം രോമം ഉള്ളത് കൊണ്ടാണ് കണ്ടുപിടിക്കാൻ പാട്. എന്തുകൊണ്ട് കഴുത്തിന് കിട്ടിയിട്ടില്ല. കഴുത്തെല്ലാം നോക്കി അവിടെ മൊത്തം രോമത്തേലാണ് കടി വീണു. അല്ലാതെ ആ കാലിൻ്റെ അവിടെയും പിന്നെ പുറത്തിനും കടിച്ചങ്ങ് കുടഞ്ഞെന്നാണ് പറയുന്നത്. കിയോ എന്നങ്ങാരൊക്കെയായിരുന്നു പക്രൂമിന്. പിന്നെ പക്രൂമും പേടിച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല. പക്രൂമനങ്ങ് ഭയങ്കര പേടിച്ചങ്ങ്. പിന്നെ ഒരു വിധത്തിലാണ് ഡെറ്റോളൊക്കെ കുളിപ്പിച്ചെടുത്ത് നീറ്റലാണ്. ക്ഷീണം ഭയങ്കര നല്ലപോലെ ഉണ്ട്. ഇനിയും ഫുഡൊക്കെ എടുക്കുമെന്ന് പോലും സംശയമാണ്. ഇനിയും വീഡിയോ എടുപ്പൊക്കെ എല്ലാം കഴിഞ്ഞ് ഇനിയും പക്രൂമിൻ്റെ പിങ്കിമോൾക്ക് മനസ്സിലായിട്ടുണ്ട് കടി കിട്ടി പക്രൂമിന് ഭയങ്കര തീരെ വയ്യാന്ന്. പിങ്കിമോൾ അടുത്ത് വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് നോട്ട വിട്ട പട്ടികളാണെന്ന് തോന്നുന്നു ഗൈസ്. എന്താണ് ചില പട്ടികളൊക്കെ പക്രൂമനോട് കുഴപ്പമില്ലായിരുന്നു, മിണ്ടുകയും എടുക്കുകയൊക്കെ ചേർത്ത്. ഇത് വേറെ ഗ്യാങ്ങാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്രൂമൻ എല്ലാവരും ഫ്രണ്ട്സാണെന്ന് അറിഞ്ഞുകൊണ്ട് ഫ്രണ്ട്സ് ആവുമെന്ന് ഓർത്ത് അങ്ങ് അടുത്തോട്ട് ചെന്നു. പക്ഷെ 3 എണ്ണം കൂടെ വളഞ്ഞു. ഒരെണ്ണം കടിച്ച് പിടിച്ചു, ബാക്കി 2 എണ്ണം കൂടെ ഒതുക്കി കളഞ്ഞു. എന്തോ ആയാലും ഇതിനിയും പുറത്തൊന്നും വിടാൻ പറ്റത്തില്ല. ഇനി വിടുവാണെങ്കിൽ തന്നെ ഇനി നോക്കി നിൽക്കണം. പിങ്കി മോൾക്ക് ഇന്ന് വരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ വേറെ പട്ടിയെ കാണുമ്പോൾ അന്നേരം വീടിൻ്റെ അകത്തോട്ടങ്ങ് കയറും. പിങ്കി മോൾക്കറിയാം വീടാ സേഫെന്ന്. പക്രമോൻ അങ്ങ് എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കാമെന്നുള്ള മൈൻഡിൽ അങ്ങ് പോവും. പിന്നെ നാടൻ പട്ടികളൊക്കെ കടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് സർവൈവ് ആകാൻ തന്നെ പെറ്റ് ഡോഗുകൾക്ക് പാടായിരിക്കും ഗൈസ്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫേസ് ചെറുതാണ്. അപ്പോൾ ബൈറ്റ് ചെയ്താൽ തന്നെ മറ്റേതിന് അത്രയും ഡീപ്പായിട്ട് കിട്ടത്തില്ല. അത് കടിക്കുമ്പോൾ നേരെ തിരിച്ചാണ്, നല്ല ഡീപ്പായിട്ട് പറ്റും കടിക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫേസ് അത്രയും ചെറുതാണ്. അതാ മുഖത്ത് ഭാഗത്തിനൊന്നും കടി വീണില്ല. മുഖത്ത് കടി വീണായിരുന്ന പണി വാളിയനെ ഗായ്സ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എങ്ങനെയാണ് ഈ നാടൻ പട്ടി കടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യണമെന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞങ്ങളിപ്പോൾ ഡെറ്റോൾ ഒഴിച്ച് കുളിപ്പിച്ചു കടി കിട്ടിയതിന് ശേഷം. ഇനി അത് മതിയോ അതോ ഇനിയും വേറെ മരുന്ന് എന്തെങ്കിലും വാങ്ങിച്ച് ഇനിയും തേക്കണോ എക്സ്ട്രാ? ഇനി എന്തുകൊണ്ടും പക്രമൂൻ അങ്ങ് പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. ഏകദേശം നന്നായി വന്നായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇപ്പോൾ ഫോട്ടോ എടുക്കാനും ഒക്കെ വീഡിയോ എടുക്കാനും ഒന്നും നിന്ന് വരുന്നില്ല. പണ്ട് എപ്പോഴും സന്തോഷമായിട്ട് നാക്കൊക്കെ പുറത്തിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ കണ്ടോ തൂങ്ങിയിരിക്കുന്നു ഇങ്ങനെ. കടി കിട്ടിയതിൻ്റെ ആ ഒരു ഇതാണ്. പിന്നെ ഇടയ്ക്ക് ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്നുണ്ട്. ഇതും കടി കിട്ടിയ പാടാണ്. കണ്ട ആ സൈഡിൽ പഴയ പോലെ ആ സന്തോഷമില്ല. ഇങ്ങനെ പമ്മി നിൽക്കുന്നു പേടിച്ച്. ഇടയ്ക്ക് ഉറക്കത്തിൽ ഇങ്ങനെ സ്വപ്നം കാണും. പട്ടി കടിച്ച് പറിക്കുന്നതായിട്ട് വല്ലതും വേണമെന്ന് തോന്നുന്നു. എന്നിട്ടിങ്ങനെ കിടന്ന് വെളിയിലോട്ട് നോക്കി കുരയ്ക്കും. മൈൻഡ് മൊത്തം പോയി വല്ലാതായി കിടക്കും. ഇപ്പോൾ പിങ്കി ഇടയ്ക്ക് ധൈര്യം കൊടുക്കാൻ പിങ്കി ഉറങ്ങുന്ന സമയത്തൊക്കെ അടുത്ത് വന്ന് കിടക്കാറുണ്ട്. ഇപ്പോൾ ഉറക്കത്തിൽ പോലും പക്രൂമിന് ഇപ്പോൾ പേടിയാണ്. ഭയങ്കര ഇങ്ങനെ കുരയ്ക്കുകയൊക്കെ ചെയ്യും. ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഇപ്പോൾ സാധാരണ ഈ ഉച്ച സമയത്തൊക്കെ കിടന്ന് ഉറങ്ങുന്നതായിരുന്നു. ഇപ്പോൾ ഉറങ്ങുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എണ്ണീറ്റിങ്ങനെ നടക്കും. ഗൈസ് ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ഇത് നേരിട്ട് കണ്ടാലേ അത് കഷ്ടത മനസ്സിലാകത്തുള്ളൂ. പെറ്റ് ഡോഗിനെ വളർത്തുന്നവർക്കൊക്കെ കൂടുതലായിട്ട് മനസ്സിലാകും ഗൈസ്. ഭയങ്കര റിസ്ക്കാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.